ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിന്ദ സ്വരം ദൂരമോ വിദൂരമല്ല. സുഭാഷിതം സദൃശവാക്യങ്ങൾ 25-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് നാം ചിന്തിക്കുന്നത് അതിന്റെ 28-ാം വാക്യം. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. Whoever has no rule over his own spirit is like a city broken down without walls. സ്വന്തം ആത്മാവിന്മേൽ അധികാരമില്ലാത്തവൻ മതിലുകളില്ലാതെ തകർന്ന നഗരം പോലെയാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെക്കുറിച്ചാണ് നാം അല്പമായി ചിന്തിക്കുന്നത്. മിക്ക വീടുകളിലും മതിലുകൾ പണിതിരിക്കുന്നത് അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ പുരാതന കാലത്ത് ഒരു നഗരത്തിന്റെ മതിൽ അതിന്റെ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. വേദപുസ്തകത്തിൽ തന്നെ പല മതിലുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പാൻ തടസ്സമായിരുന്ന യെരിഹോ മതിലിനെ തകർത്ത കാര്യം യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ യെരുശലേമിന്റെ മതിലിനെ പണിത ചരിത്രം നെഹമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. മതിലൊരു ശക്തിയാണ്, സുരക്ഷിതമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മതിൽ ഏറ്റവും അത്യന്താപേക്ഷിതവുമാകുന്നു. മതിൽ ഇടിഞ്ഞു കടന്നാൽ യഥേഷ്ടം ശത്രുക്കൾ പ്രവേശിക്കും. പട്ടണം നാശനഷ്ടമായി തീരും. നഗരത്തിന്റെ സമ്പത്തുകളെല്ലാം കൊള്ളയായി പോകുവാൻ സാധ്യത വളരെയേറെയാകുന്നു. ഇവിടെ ഞാനീ പറഞ്ഞിരിക്കുന്നത് ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ ഇതുപോലെയാകുന്നു എന്ന്. ആത്മസംയമം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സുരക്ഷിതവും ന്യായയുക്തവുമായ അതിരുകൾക്കുള്ളിൽ നിൽക്കുക എന്നല്ലേ അതിനർത്ഥമാക്കേണ്ടത്? അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്നത് ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട ഒരു സംയമനമാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, ശരിയായത് ചെയ്യുവാനുള്ള ദൈവത്താൽ നയിക്കപ്പെടുന്ന ആഗ്രഹവും അച്ചടക്കമോ ഇച്ഛാശക്തിയോ സ്വയം നിയന്ത്രണമോ ഇല്ലാത്ത വ്യക്തിക്ക് കോപം, കാമം, അക്ഷമ അല്ലെങ്കിൽ മറ്റ് നിയന്ത്രിക്കേണ്ടതായ വികാരങ്ങൾക്കെതിരെ യാതൊരു പ്രതിരോധവുമില്ല. ആത്മനിയന്ത്രണം ഇല്ലാത്തപ്പോഴാണ് പാപത്തിൽ എത്തിപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, കോപിക്കാത്ത മനുഷ്യരില്ല. കോപം മനുഷ്യനിലുള്ള ഒരു വികാരമാണ്. എന്നാൽ ഈ കോപം എവിടെ പ്രകടിപ്പിക്കണം, എന്തിനാണ് കോപിക്കുന്നത് എന്നൊക്കെയുള്ള നിയന്ത്രണമാണ് ആത്മസംയമനം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഈ ആത്മസംയമനം ആവശ്യമാകുന്നു. വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, ചിലവുകൾ ചെയ്യുന്നതിന്, കണ്ണുകൾക്ക്, ചിന്തകൾക്ക്, ഇങ്ങേയറ്റം ഭക്ഷണത്തിന് പോലും ആത്മനിയന്ത്രണം ആവശ്യമാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. വിസ്താര ഭയത്താൽ വിശദീകരണത്തിന് തുനിയുന്നില്ല. എങ്ങനെയാണ് നമുക്ക് ആത്മസംയമനം പാലിക്കുവാൻ കഴിയുന്നതെന്ന് ഒറ്റവാക്കിൽ പറയട്ടെ. സദൃശവാക്യത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന ജ്ഞാനിയായ വ്യക്തിക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ആത്മസംയമനം ചെയ്യുവാൻ കഴിയും. 119-ാം സങ്കീർത്തനം 101-ാം വാക്യത്തിൽ നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്ന ആത്മാവിന്റെ ഫലത്തിൽ ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ ആത്മസംയമനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മസംയമനം പാലിക്കുവാൻ പണിപ്പെടേണ്ടതില്ല. ആത്മനിയന്ത്രണം എന്നത് വിജയകരമായ ജീവിതവും പരാജയപ്പെട്ട ജീവിതവും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രലോഭനത്തിനെതിരെ ഉറച്ചു നിൽക്കുന്നതും അതിൽ വഴങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ സാക്ഷ്യം നിലനിർത്തുന്നതും നഷ്ടപ്പെടുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് വചനത്തിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാഥന്മാർ
പ്രഭയേറും വിൺപുരിൽ ഞാൻ കേൾക്കും നാഥനിമ്പ സ്വരം ദൂരമേ